കെ.വി. ശ്രീധരൻ കൂടി ചേരുന്നുണ്ട് ബാംഗ്ലൂരുവിൽ നിന്ന്. ശ്രീധരൻ, ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് എന്നത് പേരക്കുട്ടിയെ അറിയിച്ചപ്പോഴാണ് അറിയുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടോ? പൊതുദർശനം, സംസ്കാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനമായിട്ടുണ്ടോ? എങ്ങനെയാണ് ക്രമീകരണങ്ങളൊക്കെ? ശ്രീജ, ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയാണ് ആശുപത്രിയിലേക്ക് ജാനകിയെ എത്തിക്കുന്നത്. രാത്രി 7 കൂടി മരണം സംഭവിച്ചു. അതിന്റെ സ്ഥിരീകരണം മെഡിക്കൽ ബുള്ളറ്റിനൊക്കെ ആശുപത്രി അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട്. ഹൃദയാഘാതമാണ് മരണകാരണമായി പറയപ്പെടുന്നത്. ഏതായാലും സംസ്കാര ചടങ്ങുകൾ ജാനകിയമ്മയുടെ അന്ത്യാഭിലാഷ പ്രകാരം മൈസൂരുവിൽ വെച്ച് തന്നെയായിരിക്കും നടത്തുക. അല്പസമയം മുൻപ് മൈസൂരുവിന്റെ ചുമതലയുള്ള മന്ത്രി യതീന്ദ്ര സിദ്ധരാമയ്യ പോലീസ്, അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ എന്നിവരോടൊക്കെയായി ആലോചിച്ചുകൊണ്ട് ആ തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 8 മണി മുതൽ മൈസൂരുവിലെ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാകും. ഉച്ചവരെ പൊതുദർശനത്തിനുള്ള സൗകര്യം അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മന്ത്രി അല്പസമയം മുൻപ് അറിയിച്ചത്. വൈകിട്ട് ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. HD കോട്ടെ താലൂക്കിൽ നവീൻ ഫാം ഹൗസ് ജാനകിയമ്മയുടെ ആയിട്ട് വളരെ ബന്ധമുള്ള സ്ഥലമാണ്. അവിടെയായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നുകൂടി മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കർണാടകയിലുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ജാനകിയമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തിച്ചേരും. വലിയ ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് എന്നാണ് മന്ത്രി സർക്കാർ വൃത്തങ്ങളെല്ലാം തന്നെ അറിയിക്കുന്നത്. ഏതായാലും തെന്നിന്ത്യയുടെ വാനമ്പാടി എന്നൊക്കെ അറിയപ്പെടുന്ന എല്ലാ ഭാഷകളിലും പാടി നിരവധി ഹിറ്റ് ഗാനങ്ങൾ ഒരുക്കി, അല്ലെങ്കിൽ നമുക്കൊക്കെ വളരെ ഒരു മാതൃഭാവം, അമ്മ എന്നുള്ളൊരു സ്നേഹം തോന്നുന്ന ആ ജാനകിയമ്മയ്ക്ക് യാത്രയപ്പ് പൂർണ്ണ ബഹുമതികളോടുകൂടി നൽകാൻ തന്നെയാണ് കർണാടക സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്.